9-ാം തീയതി ചൊവ്വാഴ്ച മാർക്കറ്റ് ഗ്യാപ്പ് ഡൗണിലാണ് ഓപ്പൺ ചെയ്തിരുന്നത്. ഇന്നലെ ഞാൻ പ്രതീക്ഷിച്ചത് ഇവിടെ ഒരു അപ് ട്രെൻഡ് സ്റ്റാർട്ട് ചെയ്യാനുള്ളൊരു ശ്രമം നടത്തി അതിനുശേഷം മാർക്കറ്റ് മുകളിലോട്ട് കയറി പോകുമെന്നാണ് പ്രതീക്ഷിച്ചത്. പക്ഷേ ഇന്ന് ഏകദേശം ഒരു 80 പോയിന്റോളം ഗ്യാപ്പ് ഡൗണിലാണ് മാർക്കറ്റ് ഓപ്പൺ ചെയ്തത്. അവിടുന്ന് 25,732 എന്ന് പറയുന്ന ഈ ഒരു ലെവലിൽ വളരെ സ്ട്രോങ് ആയിട്ട് മാർക്കറ്റ് സപ്പോർട്ട് എടുത്തിട്ടുണ്ട്. പക്ഷേ ഏറ്റവും വലിയ മോശമായ ഒരു അവസ്ഥ എന്ന് പറയുന്നത് ഡേ ടൈം ഫ്രെയിമിലേക്ക് മാർക്കറ്റ് മാറ്റി നോക്കുമ്പോൾ ഇവിടെ ഒരു വൈഡ് കൺസോൾട്ടേഷനാണ് ഫോം ചെയ്തിരിക്കുന്നത്. ആ കൺസോൾട്ടേഷനിൽ ഇന്ന് മാർക്കറ്റ് സപ്പോർട്ട് എടുക്കാനുള്ള എല്ലാ ടെൻഡൻസിയും കാണിച്ചിട്ടുണ്ട്. പക്ഷേ വീക്കാണ്, മാർക്കറ്റ് വളരെ വീക്കാണ്. നാളെ ഗ്യാപ്പ് ഡൗൺ ആണെങ്കിൽ വീണ്ടും ഈ ഒരു ലെവൽ ടെസ്റ്റ് ചെയ്യാനുള്ള സാധ്യതയുണ്ട്. ഈ ലെവൽ ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ 300-400 പോയിന്റ് മാർക്കറ്റ് ബ്രേക്ക് ചെയ്ത് 25, 300, 25, 200 ലെവലിലേക്കൊക്കെ മാർക്കറ്റ് താഴാനുള്ള സാധ്യതയുണ്ട്. അതായത് ഏകദേശം ഈ ഒരു ലെവലിൽ മാർക്കറ്റ് താഴേക്ക് വരും. ഈ ഒരു പോയിന്റിലേക്ക് മാർക്കറ്റ് താഴേക്ക് വന്നേ പറ്റുള്ളൂ. അങ്ങനെയാണെങ്കിൽ ഇപ്പോൾ ഇൻവെസ്റ്റേഴ്സിൻ്റെ എല്ലാം പോർട്ട്ഫോളിയോ ഇപ്പോൾ തന്നെ റെഡ് ആണ്, ബ്ലീഡിംഗ് ആണ്. അത് കൂടുതൽ ബ്ലീഡ് ആവുകയേ സാധ്യതയുള്ളൂ. അതിനുശേഷമായിരിക്കും വീണ്ടും മാർക്കറ്റ് കയറി പോകാനുള്ള ഒരു പോസിബിലിറ്റി ഉള്ളത്. ഇവിടെ ഒരു പക്ക ഡൗൺ ട്രെൻഡിലേക്ക് മാർക്കറ്റ് എൻ്റർ ചെയ്യുന്നുണ്ട്. അതായത് എൻ്റെ നോൺ റിവേഴ്സിബിൾ സോൺ എന്ന് പറയുന്നത് ഏകദേശം ഇവിടം മുതൽ ഇവിടം വരെയാണ് എൻ്റെ നോൺ റിവേഴ്സിബിൾ സോൺ. അതിൽ ഒന്ന് എൻ്റർ ചെയ്തിട്ട് മാർക്കറ്റ് തിരിച്ച് കയറി വീണ്ടും സപ്പോർട്ട് എടുക്കുകയാണ് കാണിക്കുന്നത്. ലോവർ ടൈം ഫ്രെയിമിലേക്ക് മാറ്റിക്കഴിഞ്ഞാൽ നാളെ മാർക്കറ്റ് വീണ്ടും ഗ്യാപ്പ് ഡൗൺ ആണെങ്കിൽ ഉറപ്പായിട്ടും ഈ ഒരു ലെവലിൽ വന്നിട്ടേ തിരിച്ച് കയറി പോകാൻ സാധിക്കുകയുള്ളൂ. അതായത് 25,700 എന്ന് പറയുന്ന ലെവൽ അത് ബ്രേക്ക് ആകാതിരിക്കട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. ഇന്ന് വളരെ മോശപ്പെട്ട ഒരു ദിവസമായിരുന്നു. കാരണം നല്ലൊരു ട്രേഡ് ഇന്ന് എനിക്ക് കിട്ടിയില്ല. ഇന്ന് ഞാൻ ഇട്ടത് 25,800ൻ്റെ PE ആയിരുന്നു. 83 രൂപയ്ക്ക് എടുക്കുക എന്നുള്ളതായിരുന്നു. അത് റിസ്കി ട്രേഡ് തന്നെയാണെന്ന് മെൻഷൻ ചെയ്തിട്ടാണ് ട്രേഡ് എടുത്തത്. 90 രൂപ, 94 എനിക്ക് മാക്സിമം കിട്ടിയത്. പക്ഷേ ഞാൻ 90-ൽ ഇറങ്ങി. കമ്മീഷൻ കഴിഞ്ഞ് ചെറിയൊരു എമൗണ്ട് മാത്രമേ ഇന്ന് പ്രോഫിറ്റായിട്ട് കിട്ടിയുള്ളൂ. ചില ദിവസങ്ങൾ ഇങ്ങനെയാണ്. കൂടാതെ അത് കഴിഞ്ഞൊരു അപ് ട്രെൻഡ് കാണിച്ചപ്പോൾ 25,922 ആയിരുന്നു എൻ്റെ ഫസ്റ്റ് ലെവൽ. പക്ഷെ ഞാൻ സെക്കൻഡ് ലെവൽ പോകുമെന്നുള്ള പ്രതീക്ഷയിൽ 990 ഇട്ടു. സെക്കൻഡ് ലെവൽ പോയില്ല. 25,922 വരെ അപ് ട്രെൻഡ് വന്നിട്ട് മാർക്കറ്റ് ഏകദേശം ഇവിടെയായിട്ട് 924 വരെ പോയെന്ന് തോന്നുന്നു. ഏതാണ്ട് ഈ ഒരു പോയിന്റിൽ വന്നിട്ട് വീണ്ടും മാർക്കറ്റ് താഴേക്ക് ഇറങ്ങി ഒരു ഡൗൺ ട്രെൻഡ് തന്നെയാണ് കാണിച്ചിരിക്കുന്നത്. ഇതിനിപ്പോൾ ഇവിടെ കംപ്ലീറ്റ് ചെയ്തിട്ട് ആയിരിക്കണം തിരിച്ച് കയറി പോകേണ്ടത്. എങ്കിൽ മാത്രമേ, അല്ലെങ്കിൽ ഇനി ഒരു അപ് ട്രെൻഡ് ഫോം ചെയ്യാന്ന് പറയുന്നത് ഹയർ ടൈം ഫ്രെയിമിൽ ഈ ഒരു റേഞ്ചിൽ പുതിയൊരു പുൾ ബാക്ക് ഇവിടെ ക്രിയേറ്റ് ചെയ്യണം. ആ പുൾ ബാക്കിന് ശേഷമായിരിക്കും മാർക്കറ്റ് തിരിച്ച് കയറാൻ തുടങ്ങുക. കുറച്ച് ദിവസം ഒരു ബ്രേക്ക് എടുത്ത് മാറി നിൽക്കുന്നതായിരിക്കും ട്രേഡേഴ്സിന് നല്ലതെന്ന് തോന്നുന്നു. എന്തായാലും കൂടുതൽ ഡീറ്റെയിൽസ് വരുന്ന ദിവസങ്ങളിലിടാം. മാർക്കറ്റ് വീക്ക് ആയിക്കൊണ്ടിരിക്കുകയാണ്. ഇവിടെ ഒരു ഓൾ ടൈം ഹൈ ക്രിയേറ്റ് ചെയ്തിട്ട് വീണ്ടും താഴേക്ക് വരികയാണ്. അപ്പം അങ്ങനെയാണെങ്കിൽ ഈ ട്രെൻഡ് ലൈനെയൊക്കെ റെസ്പെക്ട് ചെയ്യാൻ ചെറിയൊരു പുൾ ബാക്ക് ഒക്കെ കാണിച്ചിട്ട് താഴേക്ക് വന്നുവിടായികയില്ല. അതല്ല എങ്കിൽ ഈ ഒരു സെക്ഷൻ ഇവിടുന്ന് സപ്പോർട്ട് എടുത്ത് വീണ്ടും മാർക്കറ്റ് ഒരു ഹൈയിലേക്ക് പോകും. എന്തായാലും കൺസോൾട്ടേഷൻ ഇന്നത്തെ ദിവസം സെല്ലേഴ്സും ബയേഴ്സും വളരെ കൺഫ്യൂസ്ഡ് ആയിരുന്നു. പാനിക് ആയിട്ടുള്ള ഒരു മാർക്കറ്റ് ആയിരുന്നു. എങ്ങോട്ട് പോകുമെന്ന് കൺഫ്യൂസ്ഡ് ആയിരുന്നു കോൾ സെല്ലേഴ്സും പുട്ട് സെല്ലേഴ്സും. അതുകൊണ്ട് തന്നെ ബയേഴ്സ് ഇന്ന് വലിയൊരു നഷ്ടത്തിലായിരിക്കണം ഇന്ന് ഇറങ്ങിയിട്ടുണ്ടാവുക. കാര്യമായ പ്രോഫിറ്റ് ഒന്നും ഇന്ന് കിട്ടാൻ സാധ്യതയില്ല എന്നാണ് മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടുള്ളത്. എന്ത് തന്നെ ആയാലും വരുന്ന ദിവസങ്ങളിൽ മാർക്കറ്റ് നമുക്ക് ട്രേഡേഴ്സിനെങ്കിലും പോസിറ്റീവ് ആകുമെന്ന് പ്രതീക്ഷിക്കുന്നു. താങ്ക് യു.